ചിറ്റ്ചാറ്റിൽ മിഥുനുമായിട്ട് സംസാരിക്കുന്നത് ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള ഇഷ്യൂ ആണ്. അറിയാം, ഇത് ഗ്ലോബലായിട്ടുള്ള മീഡിയ ന്യൂയോർക്ക് ടൈംസിലും വാഷിങ്ടൺ പോസ്റ്റിലും ടെലഗ്രാഫ് UK-ലും ഗാർഡിയനിലും ഒക്കെ ഇത് പബ്ലിഷ് ആയിട്ടുണ്ട്. കാരണം ഈ റീജിയനുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. ഞാനിതുമായി ബന്ധപ്പെട്ട് നേരത്തെ പല വീഡിയോയിലും പലതും കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഇതൊക്കെ സംഭവിക്കും, അതായത് ഇന്ത്യയുടെ ബേസിനെ ബാധിക്കും, ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻഷിപ്പിനെ ബാധിക്കും, ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റിയെ ബാധിക്കും. മിഥുനെ, ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് മിഥുൻ ഏത് രീതിയിലാണ് മിഥുൻ്റെ ഒരു കാഴ്ചപ്പാട്? മിഥുന് ചോദ്യം ചോദിക്കാനോട് സാറേ, എന്റെ കാഴ്ചപ്പാട് ആദ്യം ഞാൻ പറഞ്ഞ സാറിന് ചോദ്യം ചോദിക്കാമോ? എന്റെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് സ്വയം കത്തിത്തീരാൻ വിധിക്കപ്പെട്ട രാജ്യമാണ്. അവർ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് കത്തിത്തീരാൻ. നമുക്ക് പ്രത്യേകിച്ചുള്ള റോളൊന്നും അതിനകത്ത് വരുന്നില്ല. ഈ 71 മുതൽ ഈ ബംഗ്ലാദേശ് ഡിവൈഡറാണ്. ഓക്കെ, അവിടെ ഉറുദു സ്പീക്കിംഗ്, ബംഗാളി സ്പീക്കിംഗ്, ഉറുദു സ്പീക്കേഴ്സിന് പാകിസ്ഥാൻ അങ്ങനെ കൊണ്ടുവരാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ഷെയ്ഖ് ഹസീന മോശക്കാരിയൊന്നും ആയിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. സാറിന് വീഡിയോ പറഞ്ഞാണ്, ഏകാധിപതിയാണ്. ഷെയ്ഖ് ഹസീനയുടെ ഗുണ്ടകളാണ് അവിടെ എല്ലാ തരത്തിലുമുള്ള എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഗുണ്ടകൾ പകുതി മുക്കാലും പേര് ബംഗാളിലേക്ക് ഇപ്പോൾ കുടിയേറി വന്നിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ജെൻസിയുടെ കലാപവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സാറിന് നമ്മളൊരു കാര്യം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇത് കയ്യിൽ നിൽക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, ഇതിപ്പോ ഇന്ത്യയുടെ കയ്യിലായാലും അതായത് ഈ 2014 മുതൽ 2024 വരെ ഇപ്പൊ നമ്മളെല്ലാം ഒരുപാട് പേര് പറയുന്നത് ഇന്ത്യയുടെ റിലേഷൻഷിപ്സ് പല ദേശങ്ങളുമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ശ്രീലങ്കയായാലും ഹോസ്റ്റൈലായി, പാകിസ്ഥാൻ പണ്ട് പോലെ ഹോസ്റ്റൈലാണ്, ചൈന, പിന്നെ അരുണാചൽ പ്രദേശ് ഇഷ്യൂ, പിന്നെ ബംഗ്ലാദേശ്, പിന്നെ ആണോ ഒരുപാട് പേര് പോലെ ഇരിക്കുകയാണ്. അത് മുമ്പത്തെ സർക്കാരിന്റെ കഴിവുകൾ കൊണ്ടാണ് ഇവരെന്ന് പറയും. നമ്മൾ ചിന്തിക്കുന്ന സമയമായിരിക്കുകയാണ് സാറേ. സൂഡോ ദേശാഭിമാനം, അതായത് നമ്മളൊരു മതാടിസ്ഥാന ദേശാഭിമാനം കെട്ടി വേഷമാടുകയാണെങ്കിൽ നമ്മൾ ഇനി പുറകോട്ടേ പോവുകയുള്ളൂ. ഇന്ത്യ മഹത്തരമായ രാഷ്ട്രമാണ്, നമുക്ക് ആരും സംശയമില്ല. നമ്മുടെ ഭാഗത്ത് എല്ലാവരും ശേഷിയും വിഭവങ്ങളുണ്ട്. അതിന് പകരം ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ രാജ്യങ്ങളിലേക്കും മുസ്ലിം ഭൂരിപക്ഷമായിട്ട് പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷമായി 20 വർഷമായി ഒരു പ്രശ്നമുണ്ട്. ഇതുപോലെ ആളുകൾക്ക് നമ്മളിപ്പോ കണ്ടില്ലേ, അതായത് ഇപ്പം ഒരു കുരി തൊട്ടാലും കാല് കൊടുത്താലും അത് മുസ്ലിം അല്ലെങ്കിൽ അത് RSSകാരനോ BJPക്കാരോ ആവണം. എനിക്ക് വേണമെങ്കിൽ ഒരു കുരി തൊട്ട് അല്ലെങ്കിൽ ഒരു കാല് കൊടുത്ത് എന്ത് വിളിച്ചു പറയാം. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മളെ കണ്ടെത്തി ഒഴിവാക്കിയില്ലെങ്കിൽ, പോലീസ് ചെയ്യേണ്ട ജോലി ചെയ്തില്ലെങ്കിൽ ഇനിയും പല ദേശം നമ്മൾ പുറകിലോട്ട് പോകും. നമ്മുടെ കുട്ടികൾ, ഞാൻ അടുത്ത തലമുറ പോലും പോകേണ്ടി വരും. കാരണം ഞാൻ ബംഗ്ലാദേശ് ഇഷ്യൂലേക്ക് കൂടെ പോകുന്നില്ല, പക്ഷെ വികാരം കൊണ്ട് പറയുകയാണ് സാറേ, ഇനിയും ഇതേപോലുള്ള പരിപാടികൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അമേരിക്കയാണ് പുറകില്, അല്ലെങ്കിൽ അവിടെ ക്രിസ്ത്യൻ ദേശം വരാൻ പോകുന്നു. ഇതുപോലെ ദുഷ്ടലാക്കുള്ള ആളുകൾ സംസാരിക്കുന്നത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ കുട്ടികൾ വിമാനം കയറും. ഇവിടെ വരെ തോട്ടിപ്പനിക്കായിരിക്കും പിള്ളേർ പോകാൻ പോകുന്നത്. കാരണം പുറകോട്ട് പോകും. എല്ലാ ശേഷിയും ഉണ്ടായിട്ടും വെറും നാടകം കളിച്ചുകൊണ്ട് നാട്ടിൽ ഭരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് BJP അല്ലെങ്കിൽ മോഡി സർക്കാർ ഓടി വന്ന് എല്ലാവരും പിടിക്കണം. അതല്ല BJP സർക്കാർ ജോലി എന്ന് പറയുന്നത്, പോലീസിന് ജോലിയാണ്. അവരത് ചെയ്തേ പറ്റൂ. അതല്ലാതെ ഇതുപോലുള്ള ഇപ്പൊ എന്താണ് ബംഗ്ലാദേശ് വികാരം എന്ന് പറഞ്ഞത്? ബംഗ്ലാദേശ് ഒരു പറയുന്നത് ഇന്ത്യ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ബംഗ്ലാദേശിന് ഹിന്ദു സ്പീക്കിംഗ് ഒരു വശത്ത്, മുസ്ലിം ഒരു പ്രദേശത്ത്. ഇത് അവിടെയും പ്രശ്നമുണ്ട്, ഇവിടെയും പ്രശ്നമുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ കടുത്ത നിയമം വന്നില്ലെങ്കിൽ, കേന്ദ്ര സർക്കാർ വന്നില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമായിരിക്കും. ഇനിയും പല കലാപം ഉണ്ടാവും സാറേ. അതേപോലെ തന്നെ ഞാൻ പല ആവർത്തി പല സംഭവത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ രാഷ്ട്രീയവും ഡിപ്ലോമസിയും അയൽവാസികളുമായിട്ടുള്ള സംഭവങ്ങൾ ഇതിനെ കൂട്ടിക്കലർത്തി ഇവിടെ വോട്ട് പിടിക്കാൻ ചെയ്യുന്ന തന്ത്രങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരു നിങ്ങൾക്ക് ഇവിടെ വോട്ട് പിടിക്കാൻ ആൻറ്റി മുസ്ലിം പറയാം, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, 71 ബംഗ്ലാദേശ് അല്ല 2025. അതായത് എനിക്ക് അപ്പം നിനക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയത്തില്ല, എനിക്ക് ടെലിഫോൺ ഇല്ലാത്ത സമയത്തെ പറ്റി ഓർമ്മയുണ്ട് നാട്ടിൽ. കാരണം എനിക്ക് ടെലിഫോൺ ഇല്ല, കാരണം ഈ പറയുന്ന ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി അറിയേ, കാരണം അടുത്തുള്ളൊരു വീട്ടിലായ ടെലിഫോൺ വരുന്നത് അവിടെ പോകുന്നത്. ഓക്കെ, അപ്പം ടെലിഫോൺ ഇല്ലാത്തതും പിന്നെ മൊബൈൽ റവല്യൂഷൻ ഉണ്ടായതും ഡിജിറ്റൽ റവല്യൂഷൻ ഉണ്ടായ ഭയങ്കര വ്യത്യാസമാണ്. അതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. കാരണം 71 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം ഞാൻ ഈ പറയുന്നത് 71-ലും 2025-ലും
ഭയങ്കര വ്യത്യാസമാണ്. ബംഗ്ലാദേശികളായ ന്യൂജൻ അവർക്ക് ഈ പറയുന്ന ഇന്ത്യ എന്തു കുന്തം ചെയ്തു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല. അതാണ് കഴിഞ്ഞ 20 വർഷം മുമ്പ് ഒരു സ്ത്രീ പുസ്തകം എഴുതിയിരുന്നു. അത് ഇന്ത്യക്കാരിയാണ്. ഇന്ന് എനിക്ക് ഒരു വലിയ അറിയപ്പെടുന്ന റൈറ്റർ, പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ബുക്സും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സുമായി ബന്ധപ്പെട്ട് അവർ പ്രഡിക്റ്റ് ചെയ്തിരുന്നു എന്താണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്നത് അത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉണ്ടാകും, അതേപോലെ ഉണ്ടാകും. കാരണം ഉണ്ടാകുന്നത് ഇസ്ലാമിക് ടെററിസം. കാരണം ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്നത് റാഡിക്കൽ ടെററിസം, IS ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് മറ്റ് അതിന്റെ ചെറുതും വലുതുമായ പല സംഘടനകൾ ഉണ്ടാകും. അതിന് ഫണ്ട് ചെയ്യാൻ ആൾക്കാർ കാണും. ഇതൊരു ഗ്ലോബൽ സിംറ്റംസ് ആണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ആ രാജ്യത്തോട്ട് ഈ തീവ്ര ഇസ്ലാമിക വാദം കയറി വരുന്നു? ഞാൻ വിചാരിച്ചു സാർ, എനിക്ക് നല്ല കറക്റ്റായിട്ട് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ മറ്റേ സക്കീർ നായിക്കിന്റെ അവിടുത്തെ ബേക്കറിയിലെ സ്ഫോടനം കടന്നു പറയാം. നമ്മൾ പറഞ്ഞു രണ്ടായി വിഘടിച്ച രാജ്യമാണ്, ഉറുദു സ്പീക്കിംഗ്, ബംഗാളി സ്പീക്കിംഗ്. പിന്നെ എന്താ പറയുക, ഷെയ്ഖ് ഹസീന ഭരണം നമ്മളെല്ലാം കണ്ട 15 വർഷം. എങ്ങനെയാ 15 വർഷം ആൾക്ക് ഭരിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് അവർ ഭരിക്കുന്നവര്? അവർക്ക് ആലോചിച്ച് നമുക്ക് അറിയാവുന്ന സംഭവമാട്ടെ. ഇവിടെ എന്ന് പറയുന്നത് സാറേ, ഞാൻ പറയട്ടെ, ഇവരിനെ ചൈനയുടെ ഭാഗത്തുനിന്നുള്ള ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേപോലുള്ള ഇനിയും ഇന്ത്യ ഷെയ്ഖ് ഹസീനയുടെ ആളുകൾക്ക് അഭയം കൊടുക്കുകയാണെങ്കിൽ, ഗുണ്ടകൾക്ക് തള്ളി പറയാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഹിന്ദു രാഷ്ട്രം മുസ്ലിം ദേശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന നമ്മുടെ വിലപ്പെട്ട സമയം, ഒരു ദേശം വികസിപ്പിക്കുന്ന സമയം നമ്മളല്ലേ, നമുക്ക് എന്തോരം ഓപ്പർച്യൂണിറ്റി. ഞാൻ പറയുന്ന പോലെ നമുക്ക് എത്ര ഏരിയയിൽ കവർ ചെയ്യാൻ കിട്ടുന്നു. നമ്മുടെ പിള്ളേർക്കൊന്നും ജോലിയില്ല പല ഏരിയയിലും. പലരും പഠിച്ച അഭ്യസ്ത വിദ്യ പിള്ളേരൊക്കെ പല ഗ്യാസ് സ്റ്റേഷൻസിലും ഞാനെല്ലാം കടന്നുപോയി വിഷയം മാറിപ്പോവും. അപ്പൊ അതൊന്നും ഞാൻ കടക്കുന്നില്ല. ആ സമയത്താണ് നമ്മൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇൻവോൾവ് ആവുന്നത്. ശരിയല്ലേ? ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ ഇന്ത്യയിൽ ഇന്നത്തെ സിറ്റികൾ, എത്ര സിറ്റികളിലാണ് പ്രകടനം നടന്നത്? അപ്പം ബംഗ്ലാദേശിന്റെ അത് ന്യൂയോർക്ക് ടൈംസിലെ ആർട്ടിക്കിൾ ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം. അതിനകത്ത് കൃത്യം പറയുന്നുണ്ട്, ബംഗ്ലാദേശ് ഗവൺമെന്റിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ ഇന്ത്യൻ എംബസി ആക്രമിക്കാൻ വന്നപ്പോഴും അവിടെയുള്ള ജനങ്ങളെല്ലാം ഇളകിക്കഴിഞ്ഞപ്പോഴും അവിടെയുള്ള പോലീസ് ഒഫീഷ്യൽസ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടറോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾ ഇന്ത്യ അല്ല, ഞങ്ങൾക്ക് ഈ പറയുന്ന മാൻ പവർ ഇല്ല, ഇതെല്ലാരും കൂടെ ഇളകി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു കാര്യമുണ്ട്, ഒരു മിനിറ്റ്, അതിൻ്റെ കാര്യമുണ്ട്. ഇപ്പം ഡൽഹിയിൽ ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തും മറ്റുള്ള ഇളകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോലീസ് ഉണ്ട്, പിന്നെ പാരാമിലിറ്ററി ഉണ്ട്, പറ്റുവാണെങ്കിൽ പട്ടാളത്തെ വിളിക്കും. അവിടെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഈ പറയുന്ന പാരാമിലിറ്ററി എന്ന് പറയുന്ന പേരിനേ ഉള്ളൂ. കാരണം ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ പ്രശ്നം, പട്ടാളക്കാർക്ക് പോലും പ്രോപ്പറായിട്ട് ശമ്പളം കൊടുക്കാൻ പണമില്ല. ഒരു രാജ്യത്തെ പറ്റി മനസ്സിലാക്കണം. അവിടെ ഏകദേശം 1,30,00,000 ഇന്ത്യൻ ഒറിജിൻ മുസ്ലിംസ് ഉണ്ട്. അവിടെ പോലീസിനും, അത് നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയുടെ സ്ഥിതി എന്ന് പറയുന്നത്, അവിടെയുള്ള പോലീസിനാണെങ്കിൽ ഏജൻസികൾക്കും ഒരു പരിമിതി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് റിയാലിറ്റി. ഇന്ത്യയിൽ അങ്ങനല്ല. ഇന്ത്യയിൽ പരിധിയൊന്നുമില്ല, ഗവൺമെന്റിന്റെ കൺട്രോളിൽ തന്നെ അല്ല. കാരണം അതാണ് ആ രാജ്യത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ആ ബേസ് ഇല്ലാത്ത രാജ്യമാണ് ഈ പറയുന്ന ബംഗ്ലാദേശ്. സാറിന് ചോദ്യം ഇരിക്കും സാറിന്റെ, അതായത് ഷെയ്ഖ് ഹസീന സ്വീകരിച്ച നടപടി ഇപ്പോൾ വിമർശനം ഏറ്റുകയാണ് അല്ലെ? ഷെയ്ഖ് ഹസീന നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യയിൽ ഇരുന്നൊരു വിമർശിച്ചു. ഷെയ്ഖ് ഹസീനക്ക് അഭയം കൊടുത്തു, നമുക്കതൊക്കെ അറിയാം. പെട്ടെന്നായിരുന്നു ഒരു 1 മണിക്കൂർ കൊണ്ട് അവരവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുപോകുന്നു. അതൊക്കെ ശരിയാണ്, മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏകദേശം 4 മാസത്തോളമായി, 4 വർഷമായി തോന്നുന്നു അല്ലേ? ചോദ്യം പറയാ സാറേ, അല്ല 1-2 വർഷമായോ? 2 വർഷത്തോടെ അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നല്ല പറയുന്നത്. ഇന്ത്യക്ക് ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാം. ഷെയ്ഖ് ഹസീനെ എതിർത്ത പല ഇന്റലക്ച്വൽസ്, ലിബറൽ ആൾക്കാരുണ്ട് ഈ പറയുന്ന ബംഗാളികൾ. കാരണം അവർ വളരെ പോസിറ്റീവായിട്ട് കമ്മ്യൂണിസം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട് ബംഗ്ലാദേശികൾ. ഒത്തിരി ജേർണലിസ്റ്റുകളെ എനിക്ക് പേഴ്സണലി അറിയാം. അറിയാം, കാരണം ഈ പറഞ്ഞ ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിന്റെ പേരിൽ.
ഷെയ്ഖ് ഹസീനയ്ക്ക് ഏതെങ്കിലും രീതിയിൽ വിമർശനം സോഷ്യൽ മീഡിയയിലോ പത്രങ്ങളിലോ പബ്ലിക്കിലോ പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ കേസെടുക്കുമായിരുന്നു. ഓ അതേപോലെ ഈ ഇവിടുത്തെയുള്ള കോന്തന്മാർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അവരെത്രമാത്രം പോലീസിനെയും പട്ടാളത്തെയും ഗുണ്ടകളെ ഉപയോഗിച്ചാണ് അടിച്ചമർത്തിയത്. അതെ. ഇതായിരുന്നു ഇത് ഇഷ്യൂ ആണ്. അത് ബേസിക്കലി അതിൻ്റെ ഒരു ലക്ഷണം ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞിടയ്ക്ക് പ്രതിപക്ഷ ആൾക്കാരെ വിളിച്ച് ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, സംസാരിക്കുന്നു. നേരത്തെ ഒന്നും ഇത് മോദി ചെയ്യത്തില്ലായിരുന്നു. നേരത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സംഘികൾ വെറുതെ പ്രശ്നമുണ്ടായി. എപ്പോഴും ഒരു പ്രതിപക്ഷം വേണം. ബംഗ്ലാദേശിലെ അവാമി ലീഗ് ഷെയ്ഖ് ഹസീന ഭരിച്ചപ്പോൾ ഖലിദാസയുടെ പാർട്ടി എവിടെ പോയി? ആ നേതാക്കന്മാരെ മുഴുവനും പിടിച്ച് ജയിലിലിട്ടു. ഇന്ന് ആ ഒരു പാർട്ടി ഇല്ലാതായി. അങ്ങനെ ഉണ്ടാവരുത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് അതിനൊരു ഭരണകക്ഷിയുണ്ട്, ഒരു പ്രതിപക്ഷമുണ്ട്, അതിനെ വിമർശിക്കുന്ന ഫോർത്ത് എസ്റ്റേറ്റ് ഉണ്ട്, മറ്റൊരു കൂട്ടരുണ്ട്, ഒരു ലിബറൽസ് ഉണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, എല്ലാം കൂടെ ചേരണം. അതാണ് ഒരു രാജ്യത്തിന്റെ കെട്ടുറപ്പ്. ഇതൊന്നുമില്ല, എന്നെ അങ്ങനെ നടക്കത്തില്ല. അത് ചെറിയ ചെറിയ രാജ്യങ്ങളിൽ, ഈ ഇസ്ലാമിക രാജ്യങ്ങളിലേ നടക്കത്തുള്ളൂ. അതെ അതെ. പക്ഷെ ഒരു പോലീസ് ഒറ്റ പോലും പറയണ്ടായിരുന്നു കട്ട് ചെയ്തത്. അവിടെ അത് നടത്തണമെങ്കിൽ ഇസ്രായേലിന് സോഫ്റ്റ്വെയർ വേണം. അതല്ല ഈ യുഎയും ഇസ്രായേലിന്റെ പെഗസസ് പോലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നടത്താൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴും എല്ലാവർക്കും അൺനോൺ ഫാക്ടറാണ്. അതായത് ഈ പല രാജ്യങ്ങളുടെയും അവരുടെ സെക്യൂരിറ്റി സോഴ്സസും ഈ സംഭവങ്ങളെല്ലാം ഇസ്രായേലി സംഭവം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അറിയാവുന്ന ഫാക്ടറാണ്, പക്ഷെ ആരും പുറത്ത് പറയുന്നില്ല. പക്ഷെ ഇവിടുത്തെ ബംഗ്ലാദേശിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അപ്പൊ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ന്യൂ ജെൻ എന്ന് പറഞ്ഞ ജനറേഷന് ഇന്ത്യ കൊടുത്ത കോൺട്രിബ്യൂഷൻ അവർക്ക് അറിയത്തില്ല. ഒരു സിമ്പിൾ കാര്യം ഞാൻ നിന്നോട് പറയാം. ഇപ്പൊ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ഇവിടുത്തെ ചില പത്രങ്ങൾ പറയുന്ന വിഡിത്തരാ ഞാൻ പറയുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും 14 ബില്യന്റെ ആണ് ട്രേഡ്. ബംഗ്ലാദേശ് ഈ 14 ട്രില്യന്റെ ട്രേഡിനകത്ത് 1.75 ഉള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്, ബംഗ്ലാദേശിൽ നിന്ന്. ബാക്കിയല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന. അപ്പൊ നമുക്ക് ഈ അഡ്വാൻസ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ബംഗാളിന്റെ, അതായത് രണ്ട് രാജ്യങ്ങളുടെ ബോർഡറിലും ഒറീസയിലും ജാർഖണ്ഡിലും ഇതുമായി ബന്ധപ്പെട്ട അവർക്ക് കൊടുക്കേണ്ട പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. കാരണം ഏകദേശം 13 ബില്യന്റെ എക്സ്പോർട്ട് ഇന്ത്യ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കോന്തന്മാര് പറയാം അധികം നിർത്താൻ. നിർത്തി ഇന്ത്യക്കല്ലേ അടി പറ്റുന്നത്. ഇതാണ് ബോധമില്ലാതെ പറയുന്നത്. ഇതിന് രണ്ടാമത്തെ ഒരു കാര്യം, ബംഗ്ലാദേശ് കൂടുതൽ ഇന്ത്യൻ സാധനം ഏതാ മേടിക്കുന്ന നിനക്കറിയോ? ഈ കോട്ടൺ യാണാണ്. അതായത് കോട്ടൺ, കാരണം അത് കൾട്ടിവേഷൻ അവിടെ ഇല്ല, ഇവിടുന്ന് അത് കൊണ്ടുപോകുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര ഭാഗത്തു നിന്നുള്ള സാധനമാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് പറ്റിയ ചീപ്പായിട്ടുള്ള വിലയിൽ അത് ഇന്ത്യ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അത് നിർത്തി കഴിഞ്ഞ് ഈ കോട്ടൺ കർഷകൻ എന്ത് ചെയ്യും? ഞാൻ ഈ പറയുന്നത് മനസ്സിലായി. അതേപോലെ ഏറ്റവും കുറഞ്ഞ അരി അതും അവർ മേടിക്കുന്നുണ്ട്. അല്ല, ബാസ്മതി ഒന്നും അല്ല. അപ്പം ഇന്ത്യ അവരുമായിട്ടുള്ള ട്രേഡിൽ ഇന്ത്യക്കാണ് അപ്പർ ഹാൻഡ്. അതായത് 13 ബില്യൺ 1.5 1.2 അടുപ്പിച്ചേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനം വരുന്നേ. അപ്പൊ ഇവിടെ ഈ സംഘീയ സോഷ്യൽ മീഡിയ പറയാ ബംഗാളി സാധനം ബോയ്ക്കോട്ട് ചെയ്യാൻ. എന്തു കുന്തവിനറിയ അവന്റെ ഏത് സാധനം ഇവിടെ വരുന്നത്? അവന്റെ അപ്പൊ അതുകൊണ്ട് ഈ ഇതിലിപ്പോ നമുക്ക് എല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്ന എല്ലാം അതേപോലെ തെറ്റാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാർ ജോലിയല്ല ഈ പറയുന്ന കുരുതൊട്ടും കാലൂട്ടും നടക്കുന്ന പോലെയൊക്കെ പിടിക്കുക എന്നുള്ളത് പോലീസിന്റെ പണിയാണ്. ചോദ്യം എന്ന് പറയുന്നത്, സാറേ, ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഡയറക്ഷൻ വരേണ്ടതല്ലേ ഇതിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാന്ന് പറയുന്നത്? കാരണം എല്ലാവരും ഈ ബംഗ്ലാദേശിൽ അവർ പറയുന്ന വെച്ചാൽ ഇന്ത്യയിലെ കുറെ മേജർമാര്, കുറെ ജനറൽമാര് യൂട്യൂബർ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിലുണ്ട് കുറെ ചാനലുകൾ, കുറെ ഇരുന്നുകൊണ്ട് ഈ ബംഗ്ലാദേശ് വിരുദ്ധത പറയുന്നത് ഇതിനെ എസ്കലേറ്റ് ചെയ്യാതെ ഇതിനെ സബ്സൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഡയറക്ഷൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അത് അവർക്ക് കൊടുക്കാമല്ലേ?
അത് ഞാൻ 100% നീ പറഞ്ഞതിനോട് യോജിക്കുന്നു. നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഡെമോക്രസിയും നമ്മുടെ ഭരണഘടനയും ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇവിടെ ഉണ്ടായേക്കുന്ന ആ ഫ്രീഡം ഓഫ് സ്പീച്ചിനകത്ത് ഉണ്ടായേക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ വ്യൂ കിട്ടാൻ വേണ്ടി ഹെയ്റ്റ് സ്പീച്ച്. മനസ്സിലായില്ലേ? എത്രമാത്രം ഹെയ്റ്റ് പറയുന്നു കൂടുതലായിട്ട് വ്യൂ കിട്ടും. അതാണ് ഇവിടുത്തെ ഉണ്ടായേക്കുന്ന ഏറ്റവും, അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഒരു എക്സ് മുസ്ലിം, അതായത് അവിടെ നേരത്തെ ഹിന്ദുക്കളെ തെറി വിളിച്ച ഒരുത്തൻ, അവൻ കൽക്കട്ട വരുന്നു, അവിടെ കേസുകൾ മൂത്ത് കഴിഞ്ഞ് അവൻ തിരിച്ച് അവൻ ഡൽഹി വരുന്നു, ഗാസിയാബാദിൽ പോകുന്നു, പിന്നെ സ്വാമിയായിട്ട് മാറുന്നു. ആദ്യം അവൻ ഹിന്ദുക്കളെ തെറി വിളിച്ചേ, അത് കഴിഞ്ഞ് സ്വാമിയായിട്ട് മാറിയിട്ട് അവൻ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയിട്ട് ഒരു പാസ്റ്ററെ പിടിച്ചിട്ട് ചോദിക്കുന്നൊരു സംഭവം കൊണ്ട് അവനാണ് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത്. മനസ്സിലായില്ലേ? അതിനെ മുതലാക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഇന്ത്യയിലുണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മോദി വിചാരിച്ചാല് ആ പൊളിറ്റിക്സിനെ ഒതുക്കാൻ പറ്റത്തില്ല. അത് യാഥാർത്ഥ്യമാണ്. കാരണം മോദിയുടെ കൺട്രോളിലൊന്നും അല്ല ഇത് മോദിക്ക് ഏറ്റവും തലവേദനയായി മാറി. ആ പൊളിറ്റിക്സ് ആ കൊണ്ടുവന്നിരിക്കുന്ന റൈറ്റ് വിങ്ങിന്റെ എക്സ്ട്രീം പൊളിറ്റിക്സ്, അതായത് ഇപ്പം പോയി ബംഗ്ലാദേശിൽ ബോംബ് ചെയ്യണം, ഇപ്പോൾ പോയി കറാച്ചി പിടിക്കണം, ഇപ്പോൾ പോയി ഇസ്ലാമാബാദ് പിടിക്കണം, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഹെഡേക്കാണ്. സാറിന് വളരെ വാല്യുബിൾ പോയിന്റാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, ഹിന്ദു രാഷ്ട്രം പണിയൂ, എന്തു പണിയാലും നമുക്ക് പ്രശ്നമല്ല. ഓക്കെ, ഇത് പണിയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇത്തരത്തിൽ ദുഷ്പ്രചരണം ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ കുട്ടികൾ ജോലിക്കായിട്ട് കടന്നു പോകുന്നത്. അവിടെ നിങ്ങളുടെ കുട്ടികൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 10 വ്യൂസ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഒഴിവാക്കണം, കണ്ടെത്തി കുറയ്ക്കണം. ശരിയല്ല സാർ? അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അവിടെ ബോംബ് ചെയ്യണം, ഇവിടെ അടിക്കണം, അവിടെയുള്ള മുസ്ലിങ്ങളെ എല്ലാം കൊല്ലണമെന്നും പറഞ്ഞ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഇന്ത്യയിലെ സാറ്റലൈറ്റ് മീഡിയ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ആ മൂവ്മെന്റ് ബംഗ്ലാദേശിൽ കാണുമോ? അവിടെ അതിന് തിരിച്ചുള്ള പ്രതികരണം എന്തോ? ആ പാവം പിടിച്ച ഹിന്ദുക്കളെ വീടുകൾ ടോർച്ചർ ചെയ്യുക. ആരാ അതിന്റെ അനന്തര ഫലം അനുഭവിക്കുന്നത്? ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാനെങ്ങനെ ഇന്ത്യ വിരോധിയാവുന്നത്? പാവം പിടിച്ച ഹിന്ദുക്കൾ അവരിതൊന്നും അറിഞ്ഞിട്ടുമില്ല, അവനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ബേസിക്. കാരണം ഇതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്സ് അല്ല, ഇത് വളരെ വൃത്തികെട്ട തറ പരിപാടി. അതിങ്ങനെ പോകുന്നു, അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ലോകത്താർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ രീതിയിലാണ്. എനിവേ, ഒരു നല്ല ചാറ്റായിരുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. No, thank you.